ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമായി ഉയിർപ്പ് തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഉയിർപ്പിൻ്റെ സന്തോഷം അനുഭവമാകണമെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കും ഉയിർപ്പും ഉത്ഥാനവും ഉണ്ടാകണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ തിയറി ഈശോ നമ്മെ പഠിപ്പിച്ചത് ഒരു മലയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടാണ്. എന്നാൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു മലയുടെ മുകളിൽ കുരിശിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ടാണ്. തന്നെ പീഡിപ്പിച്ചവരെ നോക്കി ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ പാഠങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ചവർക്ക് പറയുന്ന പേരാണ് വിശുദ്ധർ. പ്രിയമുള്ളവരെ, ആരൊക്കെ നമ്മെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചാലും എങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും നാം അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. 1. ദൈവത്തിൻ്റെ അറിവും സമ്മതവും കൂടാതെ ആർക്കും നമ്മെ പീഡിപ്പിക്കാനാവില്ല. 2. നമ്മെ ഉപദ്രവിക്കാൻ സാത്താന് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടാവാം. 3. നമ്മെ ഉപദ്രവിക്കുന്നവർ നിരപരാധികളാണ്, കാരണം സാത്താൻ അവരെ ഉപയോഗിക്കുകയാണ്. 4. നമ്മൾ വേദനിക്കാൻ, മുറിപ്പെടാൻ ദൈവം അനുവദിച്ചെങ്കിൽ അതിനുശേഷം ദൈവം നമ്മെ ജീവിതത്തിൽ ഒരു പടി കൂടി ഉയർത്തും. ആ വേദന മറന്നു പോകാൻ ദൈവം ഇടവരുത്തും. അതിനാലാണ് വിശുദ്ധർ വേദനകൾ ചോദിച്ചു വാങ്ങിയിരുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സാത്താനോട് അഭിമാനത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നീതിമാനും നിഷ്കളങ്കനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനുമായി ഈ ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? സാത്താൻ പറഞ്ഞു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? ഇത്രയേറെ സമ്പത്തും മക്കളും ഭാര്യയും അനുഗ്രഹങ്ങളും സുരക്ഷിതത്വവുമൊക്കെ കൊടുത്തതുകൊണ്ടല്ലേ? അവൻ്റെ സമ്പത്തിന്മേൽ ഒന്ന് കൈവയ്ക്കുകയാണെങ്കിൽ അവൻ്റെ തനിനിറം അറിയാൻ കഴിയും. ദൈവം പറഞ്ഞു, ഓക്കെ, അവൻ്റെ സകല സമ്പത്തിന്മേലും നിനക്ക് ഞാൻ അധികാരം നൽകുന്നു, അവനെ മാത്രം തൊട്ടുപോകരുത്. സാത്താൻ ജോബിൻ്റെ ജീവിതത്തിൽ നല്ലതുപോലെ കളിച്ചു. എന്നാൽ സകലതും നഷ്ടപ്പെട്ട് കുഷ്ഠരോഗം പിടിപെട്ട് ചാരത്തിൽ കിടന്നുരുളുമ്പോഴും ദൈവത്തെ പഴിച്ചിട്ട് പോയി ചാകെന്ന് പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്തിയപ്പോഴും ജോബ് ദൈവത്തെ പഴിക്കാതെ അടിപതറാതെ നിന്നു. അതിന് സമ്മാനമായി കർത്താവ് അവൻ്റെ ജീവിതം ആദ്യത്തേതിനേക്കാൾ ധന്യമാക്കി. പ്രിയമുള്ളവരെ, നമ്മെ വേദനിപ്പിക്കുന്നവരാരും, കുനിച്ചു നിർത്തി ഇടിക്കുന്ന ഭർത്താവോ, 4 പേരുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തുന്ന ഭാര്യയോ, സമ്പത്തിന് വേണ്ടി വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന സഹോദരനോ, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടോടുന്ന മക്കളോ ആരും നമ്മുടെ ശത്രുക്കളല്ല. അതിനാലാണ് ഈശോ പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പറയാൻ എളുപ്പമാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അതിനാലാണ് കുരിശിൽ കിടന്നുകൊണ്ട് കാണിച്ചു തന്നത്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊച്ചു ജീവിതം നന്നായി കൃപയോടെ ജീവിച്ച് വേദനിപ്പിക്കുന്നവരോടൊക്കെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരെയും സ്നേഹിച്ച് പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് ഈ നോമ്പുകാലത്തെ നമുക്ക് അനുഗ്രഹപ്രദമാക്കാം. ദൈവപിതാവിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാം. അതിനുവേണ്ട ശക്തിയും ധൈര്യവും നല്ല ദൈവം നമുക്ക് ഏവർക്കും നൽകട്ടെ. ആമേൻ.